Hi, welcome back to Excel Skill Corner. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രേഷൻ ഓഫ് ദി ടാലി ഫ്രം വാറ്റ് സിനാരിയോ ടു ജി എസ് ടി സിനാരിയോ. എങ്ങനെയാണ് വാറ്റ് സിനാരിയോന്ന് ജി എസ് ടി സിനാരിയോയിലേക്ക് ടാലിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുക? ടാലിയിൽ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പുതിയ റിലീസ് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ടാലിയിൽ ഇപ്പോൾ 5.5 ആണെങ്കിൽ നമ്മൾ 6 റിലീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. 6 റിലീസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൈഗ്രേഷൻ എങ്ങനെ നടക്കുന്നതാണ്. ഇപ്പോൾ സെലക്ട് കമ്പനി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കമ്പനീനെ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ബാക്കപ്പിലുള്ള മെസ്സേജാണ്. ബാക്കപ്പ് കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഏതാണ് ഫയലിലേക്ക് ബാക്കപ്പ് കൊടുക്കേണ്ടത് അതിലേക്ക് ബാക്കപ്പിലേക്ക് എല്ലാ പാത്ത് വിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കപ്പ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫയൽ ഓൾറെഡി ബാക്കപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞ വഴിക്ക് നമുക്ക് ഒരു മെസ്സേജ് വരും, ജി എസ് ടി നൗ എനേബിൾഡ് ഇൻ സിനാരിയോ വന്നിട്ട്. അതിൽ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനീനെ അപ്ഡേറ്റ് ചെയ്യണം, ജി എസ് ടി നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റേറ്റിൽ ഓപ്ഷനിൽ കേരള സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ജി എസ് ടി നമ്പർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജി എസ് ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് അപ്ലിക്കബിൾ ഫ്രം കാണാം. അതായത് ജി എസ് ടി സിനാരിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്ഡേറ്റ് ആയി കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കിവിടെ സെറ്റ് ഓൾട്ടർ ജി എസ് ടി റേറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ എനേബിൾ ജി എസ് ടി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന് എസ്സിന് കൊടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഓൾറെഡി ജി എസ് ടി ഇവിടെ എനേബിളായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലെഡ്ജറുകളാണ്. അതായത് ജി എസ് ടി സിനാരിയോയിൽ വേണ്ട കുറേ ലെഡ്ജറുകളുണ്ട്. ആ ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജർ നമുക്ക് ജി എസ് ടി സെയിൽസ് ആണ് ഫസ്റ്റ് വേണ്ടത്. ജി എസ് ടി സെയിൽസ് നമുക്കിവിടെ സെയിൽസ് അക്കൗണ്ട് അണ്ടറിലാണ് ചെയ്യുന്നത്. അതേപോലെ അത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സർവീസ് ആണെങ്കിൽ സർവീസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്സ് സെലക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുന്നതിന് ഇതേപോലെ അടുത്ത ജി എസ് ടി പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് അണ്ടറിലായിട്ട് മുമ്പ് ചെയ്ത സെയിം സിനാരിയോ തന്നെയാണ്. നമുക്ക് ടൈപ്പ് ഓഫ് സപ്ലൈയിൽ ഇതേപോലെ തന്നെ ഇവിടെ അൺഡിഫൈൻഡ് ഉള്ളത് മാറ്റി നമ്മളിവിടെ ഗുഡ്സ് ആക്കി കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഐ ജി എസ് ടി അക്കൗണ്ടാണ്, അതായത് ടാക്സ് അക്കൗണ്ട്. അപ്പോൾ ഐ ജി എസ് ടി അക്കൗണ്ട് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ, ടാക്സസിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ടൈപ്പ് ഓഫ് ഡ്യൂട്ടിയുടെ അവിടെ നമ്മൾ ജി എസ് ടി കൊടുക്കുക. ടാക്സ് ടൈപ്പിൻ്റെ അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് കൊടുക്കുക. അതായത് ഐ ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ടാക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് കൊടുക്കുക, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇതേപോലെ അടുത്ത സിനാരിയോ നമ്മൾ സി ജി എസ് ടി ആണ്. സി ജി എസ് ടി ഇതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൻ്റെ അണ്ടറിൽ സി ജി എസ് ടി ടാക്സ് ടൈപ്പ് ഓഫ് ടാക്സ് ടൈപ്പ് വരുന്നത് സെൻട്രൽ ടാക്സ് ആണ്. അതിനും അക്സെപ്റ്റ് ചെയ്യുക. ഇനി എസ് ജി എസ് ടി ആണ്. എസ് ജി സെയിം ഓപ്ഷൻ തന്നെ ജി എസ് ടി അണ്ടറിൽ വരും. അവിടെ ടാക്സ് ടൈപ്പിൽ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് കൊടുക്കുക, അത് കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 3 ടാക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ജി എസ് ടി റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഡിസ്പ്ലേയിൽ വരിക, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ജി എസ് ടി അല്ലെങ്കിൽ വാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ജി എസ് ടി റേറ്റ് സെറ്റപ്പ് ഉണ്ട്. അതുപോലെ അപ്ഡേറ്റ് ജി എസ് ടി പാർട്ടി നമ്മളുണ്ട്. ഇവിടെ നമ്മൾ റേറ്റാണ് അപ്ഡേറ്റ് ചെയ്യണത്. ജി എസ് ടി റേറ്റ് നമുക്ക് 2 തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ടാക്സ് റേറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് കുറച്ച് ഏരിയ സെലക്ട് ചെയ്യാം. ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്കത്. അതായത് 1 by 1 ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് സെറ്റ് റേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡിഫൈൻഡ് കൊടുക്കുക. അതുപോലെ അപ്ലിക്കബിൾ ഡേറ്റ് 1 ജൂലൈ. ഇവിടെ നമുക്ക് ടാക്സിബിലിറ്റി ടാക്സിബിൾ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ടാക്സിൻ്റെ അവിടെ നമ്മളിവിടെ 28% കൊടുക്കുക. 18% 18% കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്ഡേറ്റ് ആകും. ഇവിടെ അപ്ഡേറ്റ് ആകുമ്പോൾ നമുക്ക് കാണാം ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 18ഉം അതുപോലെ സെൻട്രൽ ടാക്സ് 9ഉം സ്റ്റേറ്റ് ടാക്സ് 9ആയിട്ട് കാണാം. ഇതുപോലെ തന്നെ മറ്റൊരു എച്ച് എസ് എം കോഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ അതിൽ തന്നെ വരും. ഇനി ഇതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്യുക, സെറ്റ് റേറ്റ് കൊടുക്കുക. ഇവിടെ അപ്ലിക്കബിൾ ടൈപ്പിൽ അതുപോലെ ടാക്സിബിൾ കൊടുക്കുക, ടാക്സിബിലിറ്റിയുടെ. ഇൻ്റഗ്രേറ്റഡ് ടാക്സസ് നമ്മളിവിടെ 28 കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് 14% സെറ്റായി വരും. സോ നമുക്കിവിടെ ടാക്സിബിൾ റേറ്റ് സെറ്റായി. അതായത് നമുക്ക് എത്ര പ്രൊഡക്റ്റ് ആണെങ്കിലും വളരെ സ്പീഡിൽ തന്നെ ടാക്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ ജി എസ് ടി അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സപ്ലയറേയും കസ്റ്റമറുടെയും ജി എസ് ടി നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് എടുക്കുക. അതിൻ്റെ ഓൾ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് വരും. ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണ്, റെഗുലർ ആണെങ്കിൽ റെഗുലർ സെലക്ട് ചെയ്യുക. അതിന് ജി എസ് ടി നമ്പർ കൊടുക്കുക.
ജി എസ് ടി നമ്പർ ഓരോ സ്റ്റേറ്റിനും ഓരോ കോഡാണ് ഇതിന് ഫസ്റ്റ് കോഡ്. സോ കോഡ് വളരെ കൃത്യമായിട്ട് നമ്മൾ അടിക്കണം, അല്ലെങ്കിൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് സ്റ്റേറ്റ് വൈസ് ആണ് ഇതിൻ്റെ കോഡ് വരുന്നത്. ഇപ്പം നമുക്കിതിൽ എല്ലാ സപ്ലൈസിൻ്റെ അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമുക്ക് ചിലപ്പോൾ ജി എസ് ടി നമ്പർ കിട്ടുന്നുണ്ടാവില്ല. അതിന് പ്രോബ്ലം ഇല്ല. നമുക്ക് ഇവിടെ ജസ്റ്റ് അൺനോൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സ്റ്റഡ്സിൻ്റെ അതുപോലെ റെഗുലർ ചെയ്തു. ഇവിടെ ഡെല്ലി ആയതുകൊണ്ട് നമുക്ക് കോഡ് വരുന്നത് 07 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ് കോഡ് വരുന്നത് 07 ആണ്. അതുപോലെ അടുത്ത നമുക്കിപ്പോൾ ടി വി എസ് ടയറിന് എടുക്കാം. റെഗുലർ ഡീലറാണ്. അതിന് ഇതുപോലെ തന്നെ കേരള ടയറിനോട്ട് 32 കോഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്ക് ഇതുവഴി നമുക്ക് സെൻട്രിക് ക്രെഡിറ്റേഴ്സിൻ്റെ എല്ലാവരെയും നമുക്ക് ജി എസ് ടി നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതേ ഓർഡർ തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ സ്പീഡിലായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെൻട്രിക് ഡെപ്റ്റേഴ്സിന് സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സെയിം ഓപ്ഷൻ തന്നെ ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ ഇതുപോലെ റെഗുലറായിട്ട് സെലക്ട് ചെയ്യുക. അവരുടെ ജി എസ് ടി നമ്പർ എന്താണോ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ കസ്റ്റമർ വോയിസ് നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ അത് ക്ലാരിഫൈ ചെയ്യും. കാരണം വെച്ചാൽ ഇതിനൊരു ടിൻ നമ്പറിന് ഇത്ര നമ്പർ വേണം. അത് 15 ഡിജിറ്റാണ് അതിൻ്റെ ജി എസ് ടി നമ്പർ. അതുപോലെ ആദ്യത്തെ 2 ഡിജിറ്റ് ന്യൂമറിക്കലും, പിന്നെ നമുക്ക് 10 ഡിജിറ്റ് വരുന്നത് പാൻ കാർഡ് നമ്പറാണ്. പിന്നെ 3 ഡിജിറ്റ് ബിസിനസ് വെർട്ടിക്കലാണ്. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടതില്ലെങ്കിൽ ടാലി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്ത്. ഇതേപോലെ ഡിജിറ്റൽ ലിങ്കിൻ്റെയും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ അൺനോൺ ആണെങ്കിൽ അൺനോൺ കൊടുക്കാം. മുമ്പ് ചെയ്തപോലെ തന്നെ നമുക്ക് എല്ലാവരും ചിലപ്പോൾ എല്ലാ ടിൻ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ടിൻ നമ്പർ നമുക്ക് ലഭിക്കാനും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അൺനോൺ കൊടുത്തിട്ടായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ജി എസ് ടി നമ്പർ വളരെ നമ്മൾ കറക്റ്റായിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് പിന്നീട് പല സിനാരിയിൽ ആവശ്യം വരുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സിനാരിയോ പാർട്ട് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാറ്. അതായത് നമ്മൾ എങ്ങനെയാണ് മൈഗ്രേഷൻ ചെയ്യണത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ചെയ്യണത് കൂടി കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.